ഹലോ ഗൈസ്, അപ്പോൾ ഞാനൊരു പുതിയ യൂട്യൂബ് ചാനൽ തുടങ്ങിയിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ നമ്മുടെ ഈ യൂട്യൂബ് ചാനലിൻ്റെ പേരെന്ന് പറയുന്നത് Error666 എന്നാണ്. അപ്പോൾ ഗൈസ്, നമ്മളിതിൽ മെയിനായിട്ട് ചെയ്യാൻ പോകുന്നത് ഗെയിമിംഗ് ആണ്. ഗെയിമിങ്ങിൽ നമ്മൾ മെയിൻലി വരുന്നത് ഫ്രീ ഫയർ മാക്സ് ആണ് ഗൈസ്. പിന്നെ ഇതിലോട്ടുള്ള റാങ്ക് പുഷിങ്ങും അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഗെയിംസ് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം ഗൈസ്. ആ ഗെയിമൊക്കെ ഞാൻ കളിച്ച് നോക്കുന്നതായിരിക്കും. അങ്ങനെയുള്ള നിരവധി സംഭവങ്ങൾ നിങ്ങൾ പറയുന്നത് എന്തും ഞാൻ ചെയ്യും ഗൈസ്. നിങ്ങൾ പറഞ്ഞ ഏത് ഗെയിം വേണമെങ്കിലും ഞാൻ കളിച്ച് നോക്കാം ഗൈസ്. അപ്പം നമ്മൾ ഇപ്പം ഇത് ഫസ്റ്റ് വീഡിയോ ആണ് ഗൈസ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് വീഡിയോ ആയതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ അക്കൗണ്ടിൻ്റെ റാങ്ക്, കളക്ഷൻസ്, ഗൺ സ്കിൻ ലെവൽ പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും കാണിക്കുന്നത്. ഗൈസ് നമുക്ക് അതിൽ റാങ്കിലോട്ട് പോവാം. ഗൈസ് നമ്മൾ റാങ്കിൽ എത്തിയിട്ടുണ്ട്. നമ്മളെന്തായാലും CS റാങ്കാണ് ഗൈസ് ആദ്യം കാണിക്കുന്നത്. വെയിറ്റ് ഗൈസ്, നെറ്റിൻ്റെ ചെറിയൊരു ഇഷ്യൂ ഉണ്ട് ഗൈസ്, അതുകൊണ്ട് ഇത് ലോഡായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗൈസ് ഓക്കെ ഗൈസ്, നമ്മളിപ്പം CS ഇപ്പം ഞാനിപ്പോൾ CS ഇപ്പം മാസ്റ്ററാണ് ഗൈസ്. മാസ്റ്റർ 64 സ്റ്റാറും പിന്നെ BR ഡയമണ്ട് 3യും. BR ഡയമണ്ട് 3 ആകാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം BR പുഷ് ചെയ്യുന്ന കുറവാണ്. കാരണം നമ്മുടെ സീസൺ മാറാറ് CS സീസൺ മാറാറായി, അതുകൊണ്ട് ഇപ്പം BR പുഷ് ചെയ്യുന്ന കുറവാണ് ഗൈസ്. അതുകൊണ്ട് ഡയമണ്ട് 3. അപ്പോൾ നമ്മൾ റാങ്ക് എന്തെങ്കിലും കണ്ട സ്ഥിതിക്ക് നമുക്കിനി കളക്ഷൻസിലോട്ട് പോവാം. നെറ്റിൻ്റെ ചെറിയൊരു ഇഷ്യൂ ഉണ്ട് ഗൈസ്. ഇതിങ്ങനെ ലോഡായിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഒന്നുകൂടെ ഒന്ന് ബാക്ക് ഇറങ്ങി നോക്കാം. ടൈം ഔട്ട് കാണിച്ചപ്പോൾ ഇപ്പോൾ എന്തെങ്കിലും വരും. ഗൈസ് സെറ്റ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കളക്ഷൻസ് ഗൈസ്. അത്യാവശ്യം നല്ലൊരു കളക്ഷനൊക്കെ ഉള്ള അക്കൗണ്ടാണ് ഗൈസ്. ഇതൊക്കെയാണ് നമ്മുടെ മെയിൻ ആയിട്ട് വരുന്ന ഹെയർ ഹാറ്റൊക്കെ ഉണ്ട് ഗൈസ്. കണ്ട ഇതിപ്പോൾ ഒന്ന് ഈ സ്പേസിൽ കിട്ടിയതാണ്. പിന്നെ ഇതൊക്കെയാണ് മെയിൻലി വരുന്ന സംഭവങ്ങൾ. പിന്നെ ഇനി നമുക്ക് മാസ്കിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഈ മാസ്കിൻ്റെ ഗൈസ് ഇതൊക്കെയുണ്ട്. പിന്നെ ഈ ബണ്ടിൽ എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഗൈസ്. ഈ ബണ്ടിൽ നിങ്ങളുടെ അക്കൗണ്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക. ഈ ബണ്ടിൽ ഔട്ട് ഓഫ് 5 നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ്. എത്രയാണ് നിങ്ങൾ ഈ ബണ്ടിലിൻ്റെ റേറ്റിംഗ് കൊടുക്കുന്നതെന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ നമുക്ക് വേണ്ട അത്യാവശ്യം നല്ലൊരു ബണ്ടിലൊക്കെ ഉണ്ട് ഗൈസ്. അത്യാവശ്യം നല്ല അലോക്കാണ് ഗൈസ്. കണ്ട് ഇത് അലോക്കിൻ്റെ കണ്ടിട്ട് അലോക്കിൻ്റെ ഫുൾ ബണ്ടിൽ എൻ്റെ ഉണ്ട്. കണ്ട ഇതാണ് അലോക്കിൻ്റെ ഫുൾ ബണ്ടിൽ. എങ്ങനെ ഉണ്ടെന്ന് ഇത് ഇങ്ങനെ ഉണ്ടെന്ന് കമ്മി ഔട്ട് ഓഫ് 5 ഗൈസ്. കണ്ട് ഇതൊക്കെയാണ് വരുന്ന സംഭവങ്ങൾ. ഇത് ക്രൈസി DJ ബണ്ടിലാണ്. മറ്റേ മാജിക് ക്യൂബ് കൊടുത്തപ്പം അപ്പം എടുത്തതാണ് ഗൈസ്. ആണ് ക്രൈസി DJ ബണ്ടിൽ. പിന്നെ ഇനി നമ്മൾ ഡ്രസ്സിലോട്ട് പോകുമ്പോൾ നമുക്ക് ക്രൈസി DJ നറൂട്ടോ ഇപ്പോൾ വന്ന നറൂട്ടോ ഇവൻ്റിൽ നിന്ന് കിട്ടിയതാണ് ഗൈസ്. ഇത് BTS ബണ്ടിൽ. BTS ഫാൻസ് എന്തായാലും കമൻറ്റ് ചെയ്യുക ഗൈസ്. BTS ഫാൻസ് എന്തായാലും കമൻറ്റും ചെയ്തിട്ട് സബ്സ്ക്രൈബും ചെയ്യുക ഗൈസ്. ഞാൻ ശരിക്കും ഞാൻ ഇത് സ്റ്റാർ ലിസ്റ്റിലാക്കിയിട്ടിരിക്കുന്നത് വെച്ചാൽ ഞാൻ BTS ഫാൻ ആയതുകൊണ്ടല്ല. അങ്ങനെ ഈ അക്കൗണ്ട് പണ്ട് കളിക്കുമ്പോഴൊക്കെ ഞാൻ കൂടുതൽ ഇട്ടുകൊണ്ട് കിടക്കുന്ന ഉടുപ്പെന്ന് വെച്ചതുണ്ട് ഈ BTS ഇതും. ഇത് BTSൻ്റെ ഇത്, പിന്നെ ഈ ഷൂ, പിന്നെ നമ്മൾ നേരത്തെ കാണിച്ച ഈ ഹാറ്റ്, ഇത് പിന്നെ ഈ മാസ്ക്. ഇതാണ് ഗൈസ്. ഇതായിരുന്നു എൻ്റെ മെയിൻലി ഞാൻ പണ്ട് ഇട്ടുകൊണ്ട് കിടന്ന ഔട്ട്ഫിറ്റ്. അപ്പോൾ ഇതെങ്ങനെയുണ്ട് നിങ്ങൾ ഒരു ഔട്ട് ഓഫ് 10 എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ്. പിന്നെ ഈ വൈറ്റ് ഷർട്ടുണ്ട് ഗൈസ്. ഇതുണ്ട്. ഞാൻ അത്യാവശ്യം ഇത് ഈ ഈവൻ്റ് ഞാൻ കംപ്ലീറ്റ് ചെയ്തു ഗൈസ്. ഈ മനിയും കിട്ടിയ ഈവൻ്റ് ഞാൻ കംപ്ലീറ്റ് ചെയ്തു ഗൈസ്. പാൻറ്റിലോട്ട് വേണമെങ്കിൽ ജാസ് പാൻറ്റ് അത്രയ്ക്കുള്ള ലെവലിലോട്ടൊന്നും ഇല്ല ഗൈസ്. അത്യാവശ്യത്തിനുള്ള നോർമൽ സാധനങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം സ്റ്റൈലിഷിനൊക്കെ വേണ്ടിയിട്ടുള്ള അത്യാവശ്യം നല്ല സാധനങ്ങളൊക്കെ ഉണ്ട് ഗൈസ്. ഒക്കെയാണ് ഇതിപ്പോൾ വന്ന ഈവൻ്റിൽ എടുത്താണ് ഗൈസ്. പിന്നെ ഷൂവിൽ ഞാൻ ടോപ്പ് ഇട്ട് നോക്കിയെന്നാൽ ഈ ഒരു ബൂട്ടാണ് ഗൈസ് എനിക്കുള്ളത്. ഇത് ഞാൻ ടോപ്പ് ചെയ്ത് എൻ്റെ ഒരു ഫ്രണ്ട് അയച്ചു തന്നെയാണ് എനിക്ക്. കാരണം നമ്മളെന്തായാലും കാണിക്കുന്നുണ്ട് എന്ന് വെച്ചാൽ അതിൻ്റെ അക്കൗണ്ട് ഞാൻ കാണിച്ചു തരാം. കാരണം കളക്ഷൻസിന് നമുക്ക് ഇമോട്ടിലോട്ട് പോകാം ഗൈസ്. ഇമോട്ടിനെ പറ്റി നോക്കുമ്പം നമുക്ക് 1 2 3 4 5 6 7 8 എക്വിപ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ടോട്ടൽ എനിക്ക് 12 ഇമോട്ട് ഉണ്ട് ഗൈസ്. അതുകൊണ്ട് ഈ ഇമോട്ട് ഇതൊക്കെയാണ് മെയിൻ ഇമോട്ട് ഉണ്ട് ഗൈസ്. മാസ്റ്റർ അടിച്ച ഇമോട്ടുണ്ട്, ഹീറോയ്ക്ക് അടിച്ച ഇമോട്ടുണ്ട് CS മറ്റേ BRൻ്റെ തീർന്നു ഗൈസ്. അതിന് ഞാൻ BR ഇതൊരു മാസ്റ്റർ അടിച്ചിട്ടില്ല, ഹീറോയ്ക്ക് മാത്രമേ അടിച്ചിട്ടുള്ളൂ. പിന്നെ ഗൈസ് നമ്മൾ സ്കിന്നിലോട്ട് വരികയാണെങ്കിൽ എനിക്ക് ആകപ്പാടെ നമ്മുടെ വലുതായിട്ടൊന്നും ഇല്ല. എനിക്ക് നറൂട്ടോ ഈവൻ്റൊന്നും ഈ ഹൂക്കോങ്ങിൻ്റെ ഇത് മാത്രമേ ഉള്ളൂ ഗൈസ്. കളക്ഷൻസ് കയറുകയാണെങ്കിൽ ഞാൻ തന്നെ ബാഗിൽ ഞാൻ ഇതാണ് കൂടുതൽ ഇട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇതൊക്കെ ഇപ്പോൾ വെച്ചിരിക്കുകയാണെങ്കിലും ഇതാണ് കൂടുതൽ ഉപയോഗിക്കുന്നത് ഗൈസ്. ഇത് ഗിൽഡിൻ്റെ, അതായത് പിന്നെ ഡീമൺ സ്ലെയർ, പിന്നെ ഇത് ഗൈസ് ഇതൊക്കെയാണ് ഉള്ളത് ഗൈസ്. ഈ ലൂട്ട് ബോക്സ് ഇതുണ്ട്.
അതുകൊണ്ട് ഇതൊക്കെ ഉണ്ട് ഗൈസ്. ഇനി ഈ ലൂട്ട് ബോക്സ് എനിക്ക് ഒരു ഈവൻറ്റിൽ എനിക്ക് ഫ്രീ സ്പിന്നിൽ അടിച്ചാണ് ഗൈസ്. ഏത് ഈവൻ്റാണ് ഞാൻ എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. ഒരു ഫ്രീ സ്പിന്നിൽ എനിക്ക് കിട്ടിയതാണ് ഗൈസ്. വെഹിക്കിളിൽ തണ്ട അത്യാവശ്യം ഉള്ള സ്കിന്നൊക്കെ ഉണ്ട് ഗൈസ്. എന്തെങ്കിലും ഡൗൺലോഡ് ചെയ്ത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അത് ഡൗൺലോഡ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ബൈക്കിൻ്റെ സ്കിൻ നോക്കാം. ബൈക്കിൽ കണ്ട ബ്ലൂ ലോക്കിൻ്റെ ഉണ്ട് ഗൈസ്. ഇതൊക്കെ ഗിൽഡിൻ്റെ ഇതാണ് ഗിൽഡിൻ്റെ ഇതാണ് നേരത്തെ കണ്ട നമ്മളെ സ്കിൻ. പിന്നെ ഇതുണ്ട് മോൺസ്റ്റർ ട്രക്കിൻ്റെ ഒക്കെയാണ് കണ്ട പുഷ്പേരുണ്ട് ഗൈസ്. പുഷ്പ ഇതുണ്ട്. ഈ ഇവൻ ഞാൻ മറന്നു. എന്നാൽ ഈ ഇവൻ ഞാൻ കംപ്ലീറ്റ് ചെയ്ത് ഫുൾ എടുത്തതാണ്. ഞാൻ മറന്നു ഗൈസ്. പിന്നെ നമുക്ക് പ്രൊഫൈലിൽ ഞാൻ ഇപ്പോൾ ഇട്ടിരിക്കുന്ന നമ്മുടെ 2022 BTSൻ്റെ ഉണ്ട്, അസാസിൻസിൻ്റെ ഉണ്ട് പ്രൊഫൈൽ. ഈ പ്രൊഫൈൽ ഞാൻ നേരത്തെ അറിഞ്ഞ ബൂട്ട് അയച്ചെന്ന് അതേ ഒരു കൂട്ടുകാരാണ് എനിക്ക് ആ പ്രൊഫൈൽ അയച്ചത്. പിന്നെ ഇത് എൻ്റെ അക്കൗണ്ടിൽ നേരത്തെ ഉണ്ടായിരുന്നതാണ്. എന്നാൽ ബാറ്റിൽ കാർഡ് ഒറ്റ പറഞ്ഞുള്ളത് നമ്മൾ നെറോട്ടോ ഇവൻറ്റിൽ വന്ന ഗൈസ്. ഇതിൽ ചില സാധനങ്ങൾ ഓൾഡ് പ്ലെയേഴ്സിന് അറിയാവുന്ന സാധനങ്ങളായിരിക്കും ഈ അക്കൗണ്ടിലുള്ള. ഞാൻ 2 ഇയർ ഓൾഡ് പ്ലെയറാണ് ഗൈസ്. അപ്പോൾ ഇതിൽ അത്യാവശ്യം 2 ഇയർ ഓൾഡ് പ്ലെയേഴ്സിനൊക്കെ അറിയായിരിക്കും. അറിയാവുന്ന പ്ലെയേഴ്സ് ഈ സാധനം ഇതൊക്കെ എന്താണെന്നൊന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ്. ഞാൻ ഇത് ഫുള്ള് കാണിക്കുന്നുണ്ട്. ഇതിൽ ഓൾഡായിട്ട് നിങ്ങൾക്ക് തോന്നുന്ന ഐറ്റംസ് എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ്. ഇനി നമ്മൾ നേരെ വരുന്നത് നമ്മുടെ വെപ്പൺ ഗൺ സ്കിൻ. ഇവോ ഗൺ സ്കിൻ ഒന്നുമില്ല ഗൈസ്. എന്തായാലും നമ്മൾ കാണുന്ന M4A1 തീ പാർന്ന സ്കിന്നാണ് ഗൈസ്. ഈ സ്കിൻ എങ്ങനെ ഉണ്ടെന്ന് കമൻറ്റ് ചെയ്യുക. രണ്ട് നോർമൽ സ്കിൻ, AKൻ്റെ നോർമൽ സ്കിൻസാണുള്ളത്. സ്കാർ ഇത് ഗിൽഡിൽ നിന്ന് പെർമനൻ്റ് അടിച്ച സ്കിന്നാണ് ഗൈസ്. അതേപോലെ നമ്മുടെ ഗ്രോസയുടെ ഇതും പെർമനൻ്റ് അടിച്ചത് ഗിൽഡിൽ നല്ല ഏതായാലും പെർമനൻ്റ് അടിച്ച സ്കിന്ന്. പിന്നെ ഇത് ഫമാസ് ഇതും ഗിൽഡിൽ നിന്നാണ് തോന്നുന്നു ഗൈസ്, പെർമനൻ്റ് ആയിട്ടുണ്ട്. പിന്നെ ഇതൊക്കെയാണ് A94 പ്ലാസ്മയ്ക്കൊന്നുമില്ല. ഓഗിന് നടിക്ക് 3 സ്കിന്നുണ്ട്. പരാഫൽ, പിന്നെ ഫിഷർ, പിന്നെ G36. ഇത് തീ പറയുന്ന സ്കിന്നാണ്. ഇത് അടുത്തുണ്ട് തീ പാറുന്ന സ്കിന്നാണ് ഗൈസ്. ഇപ്പം ഇനി നമുക്കടുത്ത് നമ്മുടെ SKS ഇത് മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മുടെ SVD. SVDൻ്റെ പണ്ടത്തെ പേര് ഡ്രാഗണോവ എന്നാണ് വെച്ചാൽ ഞാൻ മറന്നു ഗൈസ്. ഞാൻ സ്ഥിരം SVD എന്നാണ് പറഞ്ഞത്. ഞാൻ ഡ്രാഗണോവ എന്നാണ് ഗൈസ്. പണ്ടത്തെ പ്ലേസ് ഡ്രാഗണോവ എന്നാണ് പറയുന്നത്. നിങ്ങളൊരു പണ്ടത്തെ പ്ലെയർ ആണെങ്കിൽ നിങ്ങൾ SVD എന്നാണോ പറയുന്നത് അതോ ഡ്രാഗണോവ എന്നാണോ പറയുന്നത് എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യുക. ഫുഡ് പേക്കറിന് 3 സ്കിന്നുണ്ട്. ഫുഡ് പേക്കറിൻ്റെ സെറ്റുകൾ M18. ഇതാണ് പണ്ടത്തെ റൂം കളിക്കുമ്പോൾ മെയിൻ. പിന്നെ UMB M18 സെറ്റുകൾ റൂം കളിക്കുമ്പോൾ. റേസ്റ്ററിനെ അറിയാലോ ഗൈസ്. റേസ്റ്ററൊക്കെയാണ് നമ്മുടെ ഒരു ഇൻസ്പിറേഷൻ. അതുകൊണ്ട് ഇതൊക്കെയാണ് ഫ്രീ ഫയർ കളിക്കുന്ന എല്ലാ പ്ലേയേഴ്സും റേസ്റ്ററിനെ പറ്റി എന്തായാലും അറിഞ്ഞിരിക്കണം ഗൈസ്. ബിക്കോസ് ഹീസ് എ ഫ്രീ ഫയർ ലെജൻഡ് ഗൈസ്. എന്തായാലും റേസ്റ്ററിനെ പറ്റി അറിഞ്ഞിരിക്കണം. എന്തായാലും എല്ലാവർക്കും അറിയായിരിക്കും ഗൈസ് എന്തായാലും. ബട്ട് റേസ്റ്റർ ഈസ് എ ലെജൻഡ് ഗൈസ്. ഞാനൊക്കെ ആദ്യം ഫ്രീ ഫയർ തുടങ്ങിയപ്പം റേസ്റ്ററിൻ്റെ ഗെയിം പ്ലേ ഒക്കെ കണ്ടാണ് ആദ്യം തന്നെ ഞാൻ കൂടുതൽ റേസ്റ്ററിൻ്റെ വീഡിയോസൊക്കെയാണ് കാണുന്നത്. എൻ്റെ ഒരു ചേട്ടനുണ്ട് ഗൈസ്, അവനാണ് എനിക്ക് ഫ്രീ ഫയർ കളിക്കാനൊക്കെ പഠിപ്പിച്ചു തന്നത്. അപ്പോൾ അവനാണ് പറഞ്ഞ റേസ്റ്റർ എന്ന പ്ലെയറുണ്ട്, നല്ലൊരു പ്ലെയറാണെന്നൊക്കെ, ലെജൻഡാണെന്നൊക്കെ. അങ്ങനെ ഞാൻ വീഡിയോ കണ്ട് ഞാൻ അങ്ങനെയാണ് ഞാൻ പണ്ടൊന്നും ഗ്ലൂ വാളൊന്നും എനിക്ക് ഇടാനൊന്നുമില്ല. എനിക്ക് അങ്ങനെ ഗ്ലൂ വാൾ ഇടാനൊന്നും അറിഞ്ഞൊന്നും കൂടെ. അങ്ങനെ രജിസ്റ്റർ ഇടാണ്ടാണ് ഞാൻ ഇടാനൊക്കെ പഠിച്ചത്. രജിസ്റ്റർ അതിന് ഹെഡ് ഷോട്ട് എങ്ങനെ അടിക്കാൻ, ഡ്രാഗ് ചെയ്ത് ഹെഡ് ഷോട്ട് അടിക്കാൻ പറ്റുമെന്നൊക്കെ ഞാൻ അപ്പോഴാണ് ഗൈസ് പഠിച്ചത്. അപ്പോൾ എന്തായാലും അപ്പോഴാണ് ഞാൻ ഡ്രാഗ് ചെയ്ത് ഹെഡ് ഷോട്ട് അങ്ങനെയൊക്കെ പഠിച്ചത്. രജിസ്റ്ററാണ് നമ്മുടെ എല്ലാം എന്ന് വെച്ചാൽ റേസ്റ്ററാണ് ലെജൻഡ് കേസ്. ഞാൻ പറയണത് നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ എന്തായാലും റേസ്റ്ററിൻ്റെ കൊടുക്കുന്ന അതേ സപ്പോർട്ട് എനിക്കും കൂടെ തരിക ഗൈസ്. എന്ന് വെച്ചാൽ നിങ്ങളുടെ ഓരോ സപ്പോർട്ടാണ് നമുക്ക് മെയിൻ. നമ്മളുടെ മെയിൻ ഗൺ സ്കിൻ UMB. ഈ ഗൺ സ്കിൻ ഗൈസ് ഇത് സെറ്റ് സാധനമാണ് ഗൈസ്. ഇത് ഈ ഇടയ്ക്ക് റിട്ടേൺ വന്നിരുന്നു. ഇതിൻ്റെ പച്ച ഒരു ഇതുണ്ടായിരുന്നു, അത് റിട്ടേൺ വന്നായിരുന്നു. പക്ഷേ ഞാൻ ഇത് റിട്ടേൺ വരുന്നതിന് മുമ്പേ എടുത്തതാണ് ഗൈസ്. സെറ്റ് സാധനമാണ് ഗൈസ്, സെറ്റ് സാധനം. പിന്നെ ഇത്രയൊക്കെ ഉണ്ട്. ഇത് സെറ്റ് സാധനമാണ് ഗൈസ്. നോട്ടിഫിക്കേഷൻ അതിട്ട് ഗൈസ്. അതിൻ്റെ കൂട്ടുകാരനാണ് ഗൈസ്, ഇവൻ്റെ ഗില്ലുള്ളതാണ് ഗൈസ്. ഇത് സെറ്റ് സാധനമാണ് ഗൈസ്. സെറ്റ് എന്ന് വെച്ചാൽ സെറ്റ് സാധനമാണ് ഗൈസ്. പിന്നെ MP5 VSS MP40 ഈ സ്കിൻ ഉപയോഗിക്കുകയാണെന്ന് വെച്ചാൽ ഇതൊരു അത്യാവശ്യം നല്ലൊരു ഗൺ സ്കിന്നാണ്. കാരണം റേഞ്ചൊക്കെ കിട്ടും, നല്ലൊരു ഗൺ സ്കിന്നാണ്. പിന്നെ ഞാൻ കസ്റ്റം ചെയ്ത് ഇതും കൂടെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പം ടോട്ടൽ ഇങ്ങനെ ഉണ്ട്. ഇതാണ് ഇത് യൂസേജ് വരുന്നത് ഗൈസ്. P90 തോംസൺ. ഇതൊക്കെ നല്ല റേഞ്ചുള്ള ഗൺ സ്കിന്നാണ്. ഡബിൾ ലോക്കാണ് ഈ 2 ഗൺ സ്കിൻ, ഒന്ന് ബ്ലൂ ലോക്കും പിന്നെ ഇത് മാക്ടൺ. ബൈസൺ അങ്ങനെ ഗൺ സ്കിന്നൊന്നുമില്ല ഗൈസ്. പിന്നെ നമ്മുടെ ഷോർട്ട് ഗൺ ആണെങ്കിൽ M10 സ്പാസ് ഒന്നും എടുക്കാറില്ല, പക്ഷേ ഈ ഗൺ സ്കിന്നൊക്കെയാണ് ഗൈസ്. പിന്നെ M18 മാഗ്, ചാർജ് ബസ്റ്റർ, ഡ്രാഗൺ.
M590. ഇതിനങ്ങനെ ഇതുവരെ എനിക്ക് ഗൺ സ്കിന്നൊന്നും ഇല്ല. AW എന്നിട്ട് ഇപ്പം ഈ ഇടയ്ക്കൊന്നും ഈവൻ്റ് ഇല്ലായിരുന്നു. ഇതിൽ നിന്ന് എനിക്ക് കിട്ടിയതാണ് ഗൈസ്. അതുകൊണ്ട് ഇതാണ് ഞാൻ സ്ഥിരം ഇടുന്നതാണ്. അത്യാവശ്യം ഇഷ്ടമുള്ള ഒരു ഗൺ സ്കിൻ. അതുകൊണ്ടാണ് ഇതിട്ട് വെച്ച് കളിക്കുന്ന. കാർ 98K ഇതുണ്ട്. M82B, M24 ഹീൽ സ്നൈപ്പർ അങ്ങനെ ഇല്ല. പിന്നെ VSS ഇത് എല്ലാവരുടെയും കാണും ഗൈസ്. VSS VSK94 VSK എല്ലാവർക്കും കാണും ഗൈസ്. പിസ്റ്റൽ, ഡെസേർട്ട് ഈഗിൾ, G18 എന്നാണ്ട് ഇതൊക്കെയാണ് ഗൈസ്. പാനിൽ 4 പരാഗ്. ഇതും മറ്റേ AW ആ സ്കിന്നില്ലേ, അതിൻ്റെ അതേ കിട്ടിയതാണ്ട്. ഈ സ്കിൻ കിട്ടിയ അതേ ഇവൻ്റിൽ നിന്നാണ് ഇതും കിട്ടിയ. കട്ടാന, ബാറ്റ് സ്കിൻ ഇതൊക്കെയാണ്. ഇനി അടുത്ത് നമ്മൾ ഫിസ്റ്റ് എനിക്കൊന്നുമില്ല. നെയ്ഡ് 12 നെയ്ഡിൻ്റെ സ്കിന്നുണ്ട് ഗൈസ്, 12 എണ്ണം. എനിക്കതൊന്നും ഡൗൺലോഡല്ല, സ്കിൻ ലൈസ്. ഞാൻ 5 ഗ്ലൂ ആൾ ഇതൊക്കെയാണ് ഗൈസ്. ഞാൻ അങ്ങനെ ടോപ്പപ്പ് ചെയ്യുന്ന പ്ലെയറൊന്നുമല്ല. എൻ്റെ ചേട്ടനുണ്ട്, അവനാണെങ്കിൽ ഇതിനകത്ത് ഡ്രോപ്പൊക്കെ എടുത്ത് തരും. പിന്നെ എൻ്റെ ഫ്രണ്ട് നേരത്തെ തന്നെ ആ ഫ്രണ്ട് ഗിഫ്റ്റൊക്കെ അയച്ചു തരും ഗൈസ്. അങ്ങനെയാണ്. ഇനി നമുക്ക് പ്രൊഫൈലിൽ കയറാം ഗൈസ്. പ്രൊഫൈലിൽ കയറുമ്പം ലോഡായിക്കൊണ്ടിരിക്കുന്നു. ഒന്നുകൂടെ കയറി വെക്കാം. ആദ്യം BR ഞാൻ ഗൈസ് ടെർമിനേറ്റർ മേടിച്ചുകൊണ്ട് നല്ല 2 year old ആണ് ഗൈസ്. ഇതാണ് എൻ്റെ ഡൈനാമിക് 57 days. നമ്മളിപ്പോൾ ലെവൽ 5 കഴിഞ്ഞെന്ന് തോന്നുന്നു. 61 ലെവലാണ് ഗൈസ്. 61 ലെവൽ. TS നീലകണ്ഠൻ ഇതാണ് എൻ്റെ ഗെയിമിലെ പേര് ഗൈസ്. പിന്നെ ആർക്കെങ്കിലും എന്നെ ഫ്രണ്ട് ആക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ UID ഞാൻ ഇപ്പോൾ കാണിക്കുകയാണ് ഗൈസ്. അപ്പോൾ നിങ്ങൾ എന്നെ ഫ്രണ്ട് ആക്കുമ്പോൾ നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ എന്തായാലും പറയുക. കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേരെന്തായാലും ഫ്രീ ഫയറിലെ പേരെന്തായാലും കമൻറ്റ് ചെയ്യുക. എന്നാലേ എനിക്ക് അറിയത്തുള്ളൂ നിങ്ങൾ ഫ്രണ്ട് ആക്കിയതാണ്. അപ്പോൾ ഇതാണ് UID ഗൈസ്. പിന്നെ 10 times ഹീറോയ്ക്ക് BRലും CS-ലും സെയിം ആണ് ഗൈസ്. പിന്നെ മെയിൻലി 25 റഷറാണ് ഗൈസ്. ഞാൻ മാസ്റ്റർ അടിക്കണോട് 25 റഷറും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ ഗൈസ്. ഇതൊക്കെ കണ്ട മാസ്റ്ററൊക്കെ ഞാൻ കംപ്ലീറ്റ് ചെയ്യണം. UMP 11, AWM 7, മാക്ടൺ 5, M500 5. MP40 ഞാൻ 6 ആണെന്ന് തോന്നുന്നു മാസ്റ്റർ കംപ്ലീറ്റ് ചെയ്തത്. പിന്നെ നമ്മുടെ ഓവർ റിവ്യൂവിൽ ബാറ്റിൽ റോയലിലെയും ക്ലാഷ് കോഡിൽ ഞാൻ നിങ്ങളെ കാണിക്കുന്നുണ്ട് ഗൈസ്. പിന്നെ ഇതിൽ ഞാൻ എല്ലാം നിങ്ങളെ കാണിക്കുന്നുണ്ട്. CS-ൽ 25 റഷർ, 7 റൈഫിൽ, 14 സ്നൈപ്പർ, 2 സപ്പോർട്ട്, 3 ബോംബർ ഗൈസ്. പിന്നെ വെപ്പൺ ഗ്ലോറിയിൽ ഞാൻ എൻ്റെ കറക്റ്റ് കാണിച്ചു തരാം ഗൈസ്. BRൽ UMP ആണ് ഞാൻ കൂടുതൽ യൂസ് ചെയ്യുന്നത്. CS-ൽ ഞാൻ MP40 ആണ് ഗൈസ് ഞാൻ കൂടുതൽ യൂസ് ചെയ്യുന്നത്. അത്യാവശ്യം നല്ല ഞങ്ങളുടെ MP40 ലെവൽ 6 ആണ് ഗൈസ് മാസ്റ്ററി. ഡെസേർട്ടുകൾ ഞാൻ മാസ്റ്ററി അടിക്കാറായി ഗൈസ്. ഞാൻ കാണിച്ചു തരാം. ഡെസേർട്ടുകൾ ഞാൻ മാസ്റ്റർ അടിക്കുക. എന്തെങ്കിലും വെപ്പൺ ഗ്ലോറി ഗൈസ് തണ്ട് ഇതൊക്കെയാണ് ഗൈസ് ഉള്ള ഡെസേർട്ടുകൾ ഞാൻ മാസ്റ്റർ അടിക്കാറായി ഗൈസ്. ഡെസേർട്ടുകളുടെ ഞാൻ കാണിച്ചു തരാം. ഡെസേർട്ടുകൾ മാസ്റ്ററി ഗൈസ് കണ്ട ഗൈസ്. ഡെസേർട്ടുകൾ മാസ്റ്റർ അടിക്കാറായി. ഡെസേർട്ടുകൾ മാസ്റ്റർ അടിക്കാറായി. അപ്പോൾ എന്തായാലും ഗൈസ് ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. പിന്നെ ഞാനൊരു ഗിൽഡിൻ്റെ ലീഡറാണ് ഗൈസ്. അപ്പോൾ ഈ ഗിൽഡിൻ്റെ ഞാൻ ഗൈസ് ഈ ടീം സ്ലെയർ എന്ന് പറയുന്നത് എൻ്റെ ഗിൽഡാണ് ഗൈസ്. ഞാനാണ് ലീഡർ. പിന്നെ എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ട്. അപ്പോൾ ഗിൽഡിനെ ഡീറ്റെയിൽ ചെയ്തൊരു വീഡിയോ ഗിൽഡിനെ ഡീറ്റെയിൽ ചെയ്ത് ഫുള്ള് അടുത്തൊരു വീഡിയോയിൽ ഞാൻ ചെയ്യുന്നതായിരിക്കും ഗൈസ്. അപ്പോൾ ഇപ്പം ഞാൻ എൻ്റെ ഒരു വീഡിയോ ഈ അക്കൗണ്ട് റിവീൽ ചെയ്ത വീഡിയോ ഞാൻ നിർത്തിയാണ് ഗൈസ്. അപ്പം എന്ത് തെറ്റുകളുണ്ടെങ്കിലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കാരണം ഫസ്റ്റ് ആയിട്ടാണ് നമ്മൾ ആദ്യമായിട്ട് ചെയ്ത് തരുന്നുണ്ട്. എന്തെങ്കിലും തെറ്റുകൾ കാണും ഗൈസ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെച്ച് നമ്മൾ ചെയ്യുന്ന രസകരമായിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. നമുക്ക് കാണാൻ പറ്റും. അതുപോലെ കമൻറ്റ്, ലൈക്ക്, ഷെയർ എല്ലാം ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബും ബെൽ ബട്ടണൊക്കെ അടിച്ച് പൊട്ടിക്കുക ഗൈസ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ബൈ അറിയിക്കുന്നു ഗൈസ്. അപ്പോൾ ERROR 6666 ഇനി വീണ്ടും വീഡിയോകൾ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ബൈ.